BJP NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൽ നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പങ്കെടുക്കുന്നു. നാളെ തിരുവല്ലയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ 1.5 ലക്ഷത്തിലേറെ ആൾക്കാർ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന അവസാന പൊതുയോഗമായിരിക്കും നാളെ തിരുവല്ലയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ തിരുവല്ല പൊതുയോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് 1.5 ലക്ഷത്തിൽ പരം ആൾക്കാർ പങ്കെടുക്കുന്ന റോഡ് ഷോയും ഈ പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ 2 പരിപാടികളിൽ പ്രധാനമന്ത്രി എത്തുന്നതും അദ്ദേഹത്തോടൊപ്പം പാർട്ടിയുടെ കേന്ദ്ര നേതാക്കന്മാരായിട്ടുള്ള ശ്രീമതി നിർമ്മല സീതാരാമൻ, ശ്രീ നിതിൻ ഗഡ്കരിജി, പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ നിതിൻ നബീൻ, അതുപോലെ തന്നെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ജി, കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ചൗഹാൻ ജി തുടങ്ങി നിരവധി നേതാക്കന്മാർ, കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ ജി ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാർ വരുന്ന 4 ദിവസങ്ങൾ കേരളം സന്ദർശിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കേരളത്തിൽ BJP NDA സഖ്യത്തിന് 2 അക്ക സംഖ്യയിൽ MLAമാർ ജയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP NDA സഖ്യം 2 അക്ക സംഖ്യയിൽ MLAമാരെ ജയിപ്പിക്കും എന്ന് മാത്രമല്ല, കേരളത്തിൽ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ഭൂരിപക്ഷമില്ലാത്ത ഒരു തൂക്കു നിയമസഭ അത് സൃഷ്ടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിലും കേരളത്തിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ മാനിഫെസ്റ്റോയിൽ ഈ കേരളത്തിൻ്റെ നിരവധി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മാറുന്ന കേരളത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോ നടപ്പാക്കാൻ പറ്റുന്ന രീതിയിൽ കേരളത്തിൽ BJP NDA നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ശക്തിയായി ഭരണകൂടത്തെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന, ഭരണകൂടത്തിൻ്റെ തന്നെ ഭാഗമാകാൻ പറ്റുന്ന ഒരു ശക്തിയായിട്ട് കേരളത്തിൽ മാറാനുള്ള സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടം 3-ാം തലത്തിലേക്ക് എത്തുന്ന സമയത്ത് കേരളത്തിൽ കാണുന്നത്. കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും വർഗീയവാദ പക്ഷമായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷം SDPIയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയിരിക്കുകയാണ്. SDPIയുടെ മുദ്രാവാക്യം അവലും മലരും കരുതിക്കോ, കുന്തിരിക്കവും കരുതിക്കോ എന്ന മുദ്രാവാക്യമാണ് ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് ഇന്ന് കേരളത്തിൽ ഉയരുന്നത്. മറുഭാഗത്ത് ജമായത്തെ ഇസ്ലാമിയുടെ മുദ്രാവാക്യമായിട്ടുള്ള മതമാണ് 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 വിഷയം എന്നതാണ് VD സതീശൻ്റെ മുദ്രാവാക്യം. തീവ്രവാദികളുടെയും വിഘടനവാദികളുടെയും മതമൗലികവാദികളുടെയും മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കേരളത്തിൻ്റെ ഭാവി വീണ്ടും തുലയ്ക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമെതിരായി വികസനമാണ് 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 എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വികസിത കേരളത്തിന് വേണ്ട ഒരു മാനിഫെസ്റ്റോ മുമ്പോട്ട് വെച്ചുകൊണ്ട് BJP കേരളത്തിൽ നടത്തുന്ന പ്രചാരണ പരിപാടികളും അതിന് പ്രാപ്തരായിട്ട് മുന്നോട്ട് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളും ഇതിനോടകം കേരളത്തിൽ ശ്രദ്ധേയമായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ 50% വരുന്ന മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം BJPക്കും NDAയ്ക്കും സൃഷ്ടിക്കാൻ സാധിച്ചു. ഈ ത്രികോണ മത്സരത്തിൽ BJPക്കും NDAയ്ക്കും നല്ല മുൻതൂക്കമാണ് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത്, വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2 അക്ക സംഖ്യയ്ക്ക് മുകളിൽ BJP NDA MLAമാർ എത്തുന്ന പുതിയ കേരളമായിരിക്കും സൃഷ്ടിക്കപ്പെടുക. കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും പ്രാമുഖ്യം അവസാനിക്കുന്നൊരു തെരഞ്ഞെടുപ്പും കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഇതിന് ശക്തി പകരാൻ ശ്രീ നരേന്ദ്രമോദിജി ഉൾപ്പെടെയുള്ള BJPയുടെ കേന്ദ്ര നേതാക്കന്മാരുടെ സന്ദർശനം അത് സഹായിക്കുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്.
പറയാം. മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമാക്കിയതാണ്, നേമം നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയ ഭീതി പൂണ്ട ഇടതുപക്ഷം അവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പരിപാടികൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്ന്, രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു അപരനെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു പാഴ് അഭ്യാസം ശ്രീ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ, മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാരെ റിട്ടേണിംഗ് ഓഫീസറാക്കിയും അതോടൊപ്പം തന്നെ പോളിംഗ് ഓഫീസർമാരാക്കിയും ഉള്ള ഒരു പ്രചാരവേല, ഒരു അഭ്യാസം, അതും ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്നു. ഇപ്പോൾ അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തിൽ നടന്നു വരികയാണ്.